107 ടാങ്കറുകൾ നേരത്തെ ഉണ്ട്, 60 ടാങ്കർ കൂടി ഇന്ന് വാടകയ്ക്കെടുക്കുകയാണ്. 167 ടാങ്കറുകൾ ജനങ്ങളുടെ അടുത്ത് വെള്ളം എത്തിക്കുക. ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം ഈ ആറ്റുകാൽ പ്രദേശത്ത് ഫുൾ ടൈം വെള്ളം ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിന് അവിടെ 3-4 സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ എല്ലാം. ഞങ്ങളുടെ ക്ഷേത്ര മുൻവശത്തുള്ള ഏരിയ ഒക്കെ ഞങ്ങളുടെ കീഴിലുള്ളത് തന്നെയാണ്, ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഇത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള സ്ഥലമോ കോർപ്പറേഷന് ചെയ്യാനായിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ അവകാശപ്പെട്ട സ്ഥലമോ അല്ല. ഞങ്ങളുമായിട്ട് യാതൊരു കോർപ്പറേഷൻ്റെ ജോലിയിലുമായിട്ട് യാതൊരു ബന്ധമുള്ള സ്ഥലമല്ല. ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പരിഭ്രാന്തരാക്കുന്ന മാധ്യമ സംസ്കാരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴ വരുമ്പോൾ അവിടെ വെള്ളം എന്തായാലും ഉണ്ടാവും. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് നിർവൃതി അടയരുത്. നമസ്കാരം. നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണല്ലോ. അപ്പോൾ അതിനോട് പ്രമാണിച്ച് നമ്മളെ ഈ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയം വരുന്ന ഗ്രൗണ്ടിൻ്റെ അവിടെ മൊത്തവും നിലവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നു പറഞ്ഞ് ഒരുപാട് വാർത്തകളും പരാതികളും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മേയർക്ക് പറയാനുള്ളത്? അത്തരത്തിലുള്ള ചില ഓൺലൈൻ ചാനലുകളിലെ വാർത്തകൾ ഞാനും കണ്ടിരുന്നു. ഞങ്ങളത് അപ്പോൾ തന്നെ ഉടൻ തന്നെ ആ വാർത്ത ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ അന്വേഷിച്ചു. അത് ആറ്റുകാൽ ക്ഷേത്ര കോമ്പൗണ്ട് ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിന് അവിടെ 3-4 സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലുള്ള അവകാശത്തിലുള്ള വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നിലമുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെയിൽ കൊണ്ട് തറ ഉറയ്ക്കാൻ വേണ്ടി എന്തോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്. അതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ അതങ്ങ് വെറ്റിപ്പോയി. അവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി നന്നായിട്ട് ഉത്സവം നടക്കുകയാണ്. ഇത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള സ്ഥലമോ കോർപ്പറേഷന് ചെയ്യാനായിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ അവകാശപ്പെട്ട സ്ഥലമോ അല്ല. ഞങ്ങളുമായിട്ട് യാതൊരു കോർപ്പറേഷൻ്റെ ജോലിയിലുമായിട്ട് യാതൊരു ബന്ധമുള്ള സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടന്ന ഉടൻ തന്നെ ഒരു ഓൺലൈൻ ചാനൽ പോയി അതിനെ എടുത്തിട്ട് ഇത് പൊങ്കാലയുടെ തയ്യാറെടുപ്പുകളുടെ പാളിച്ചയാണെന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് പ്രശ്നം അവർക്ക് ചിലപ്പോൾ ആ ചാനലിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായേക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ട് രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക താല്പര്യമൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചേക്കാം. പക്ഷേ സമൂഹത്തിനെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കരുത്. കോർപ്പറേഷൻ അവിടെ ചെയ്യാൻ സാധിക്കുന്നത് അവിടെ പൊങ്കാലയ്ക്ക് വളരെ മുമ്പ് തന്നെ റോഡുകൾ ഞങ്ങൾ 20 ദിവസം മുമ്പ് തന്നെ റോഡുകളൊക്കെ പൂർത്തിയാക്കി. പലപ്പോഴും പൊങ്കാലയുടെ തലേദിവസമാണ് റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നത്. ഞങ്ങൾ 20 ദിവസം മുമ്പ് തന്നെ റോഡ് പണിയെല്ലാം പൂർത്തിയാക്കി. എല്ലാം മേയർ ഉൾപ്പെടുന്ന ടീം നേരിട്ട് പോയി ചെന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർ സെക്ഷനിലെ ഉദ്യോഗസ്ഥരുമായി പോയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം, ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ നിലവാരം പുലർത്തണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്ലീനിങ്, വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് നൽകുന്ന വെള്ളം ശേഖരിച്ച്, കാര്യം വെള്ളം നൽകാൻ്റെ ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കാണ്. അവർക്ക് മാത്രമേ അതിൻ്റെ മെക്കാനിസം ഉള്ളൂ. അതിന് ടാങ്കറുകൾ ശേഖരിച്ച് ജനങ്ങളുടെ അടുത്തെത്തിക്കാൻ വേണ്ടി 167 ടാങ്കറുകൾ നേരത്തെ ഉണ്ട്, 60 ടാങ്കർ കൂടി ഇന്ന് വാടകയ്ക്കെടുക്കുകയാണ്. 167 ടാങ്കറുകൾ ജനങ്ങളുടെ അടുത്ത് വെള്ളം എത്തിക്കുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. ഈ യൂട്യൂബ് ചാനൽ കണ്ട വാർത്ത ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചുമതലയിലുള്ള ഭൂമിയാണ്. അവരത് ആ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് അവിടെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ പരിപാടികളൊക്കെ നടക്കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ തെറ്റായുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പരിഭ്രാന്തരാക്കുന്ന മാധ്യമ സംസ്കാരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഈ വ്യാജ വാർത്തകൾ ഇപ്പം നഗരസഭ BJP പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യാജ വാർത്തകൾ പല ചാനലുകളും വിടുന്നുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് അതായത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ, ഇന്നലെയാണല്ലോ 2 മാസം പൂർത്തിയായത്, കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നുവെന്നും ജനങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ ജീവിക്കുന്നവർ മാത്രമല്ല കേരളത്തിൻ്റെയും രാജ്യത്തിന് പുറത്തുള്ള തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്നവർക്കും വലിയൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ 101 പേരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് പ്രചരിപ്പിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് സമൂഹത്തിന് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ നിങ്ങൾക്ക് ഉള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് എഴുതുള്ളൂ. പക്ഷേ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ആരോഗ്യകരമായ വിമർശനങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും തിരുത്തൽ വരുത്തുകയാണെങ്കിൽ തിരുത്താനും തയ്യാറാണ്. പക്ഷേ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് നിർവൃതി അടയരുത്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഭാവിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമസ്കാരം മാഡം. ഇടയ്ക്ക് ഈ കുടിവെള്ള പ്രശ്നത്തിനെ കുറിച്ചൊരു ഇത് വന്നായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നേരിടുന്ന നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഉത്സവം പ്രമാണിച്ച് ഇപ്പോൾ ഈ പൊങ്കാല അടുത്ത് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം ഈ ആറ്റുകാൽ പ്രദേശത്ത് ഫുൾ ടൈം വെള്ളം ലഭിക്കുന്നുണ്ട്. പിന്നെ അവർ മീറ്റിങ്ങിൽ പറഞ്ഞതും അതാണ്, എവിടെയെങ്കിലും ഇവിടെ ഉണ്ടാകാതെ അവർ സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
വേറെ ഈ വാട്ടർ അതോറിറ്റി വകുപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഏരിയയിലൊക്കെ അഥവാ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള നടപടി ടാങ്കറിൽ കൊണ്ടു കൊടുക്കാം എന്നുള്ളതാണ് മീറ്റിങ്ങിൽ വാട്ടർ അതോറിറ്റി വകുപ്പ് പിന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു പൊങ്കാല തുടങ്ങുന്ന സമയത്ത് തന്നെ, പൊങ്കാലല്ല ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു വാർത്ത കണ്ടായിരുന്നു. ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്ന പ്രദേശങ്ങളിൽ കുറച്ച് ചെളിയും കാര്യങ്ങളും ആ സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് തന്നില്ല എന്നും പറയുന്ന വാർത്ത വന്നത് സത്യത്തിൽ അത് കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണോ അത് ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്? അത് ഈ ഏരിയ അല്ല, ഞങ്ങളുടെ ക്ഷേത്ര മുൻവശത്തുള്ള ഏരിയ ഒക്കെ ഞങ്ങളുടെ കീഴിലുള്ളത് തന്നെയാണ്, ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. പണ്ട് വയലും ഒക്കെ ആയിരുന്ന ഒരു ഇത് ഉള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് ഈ താഴ്ന്ന ഭാഗത്തോട്ടാണ്. പക്ഷെ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും മാറിയിട്ടുണ്ട്. മഴ വന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ. പക്ഷേ ചാനലിൽ വന്ന വാർത്തകൾ പറഞ്ഞാൽ ഇവിടെ ടാറ് ചെയ്യണം, കോർപ്പറേഷൻ ടാറ് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കോർപ്പറേഷന്റെ ഒരു അതിർത്തി അല്ല ഇത്. ഈ ചുറ്റുവട്ടം, അതായത് നടപ്പന്തലിന്റെ നേർക്കുള്ള ആ റോഡ്, അത് ട്രസ്റ്റിന്റെ റോഡ് തന്നെയാണ്. അവിടെ ഞങ്ങളാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴ വരുമ്പോൾ അവിടെ വെള്ളം എന്തായാലും ഉണ്ടാവും, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ അത് ട്രസ്റ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റൊക്കെ തയ്യാറാക്കാനുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. താങ്ക് യു മാം. താങ്ക് യു.